ഇപ്പം ഈ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ പൈസ തരാത്തതോടുകൂടിയാണ് ഞങ്ങളാകെ തകർന്നിരിക്കുന്നത്. ഇതാണോ മര്യാദ? ഇത് എവിടുത്തെ നിയമമാണ് ഇത്? ഞങ്ങളുടെ സർക്കാർ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളുടെ സർക്കാർ ഏതാ? ഞങ്ങളുടെ സർക്കാർ പിണറായി വിജയൻ്റെ. ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഇത് തീരുന്നത് വരെ ഞങ്ങളുടെ ജോലി ബാക്കിയില്ലല്ലോ. ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇച്ചിരി വിശ്രമിക്കും. നമുക്കും വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്. അവകാശമുണ്ട്. ഞങ്ങളെ കളിയാക്കുന്നത് പ്രതിഷേധമുണ്ട്. ഉണ്ട്. കഷ്ടപ്പെട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്കേ അറിയത്തുള്ളൂ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ തോടെടുക്കുന്നതെന്ന്. ആണുങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഈ പെണ്ണുങ്ങൾ ഈ തോടെടുക്കുന്നത്. നമ്മളിപ്പോൾ തൊഴിലുറപ്പ് തൊഴിൽ നടക്കുന്നിടത്താണ്. നെടുമ്പുറം പഞ്ചായത്തിൻ്റെ 12ാം വാർഡിലാണ്. ചേച്ചിമാരൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പം ഈ തൊഴിലെടുക്കുന്ന ഇവർ ചെറിയൊരു ആശങ്കയിലാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇവരുടെ തൊഴിൽ ഇല്ലാതാക്കുമോ എന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. നമുക്ക് ആദ്യം ചോദിക്കാം, മേറ്റിനോട് ചോദിക്കാം. ചേച്ചി, സത്യത്തിൽ വലിയ ആശങ്കയിലാണോ നിങ്ങൾ? അതെ സാറേ, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കുക. നമ്മുടെ തൊഴിലുറപ്പ് നിർത്തിപ്പോകുമോ എന്നുള്ളൊരു പേടിയിൽ ഞങ്ങളിപ്പം ഇരിക്കുക. കാരണം നമുക്കിപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 തൊഴിൽ ദിനമായിരുന്നു. അതിപ്പം സർക്കാർ 125 തൊഴിൽ ദിനമാക്കിയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ 125 തൊഴിൽ ദിനത്തിൽ എത്തുമോ നമുക്കറിയത്തില്ല. കാരണം എല്ലാ പഞ്ചായത്തിനും കിട്ടുമോ? അത് കിട്ടും. നമുക്ക് അത്രയും പണി നമുക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. കേന്ദ്ര സർക്കാരാണ് പദ്ധതികൾ ഇപ്പം തീരുമാനിക്കാൻ പോകുന്നത്. തീരുമാനിക്കാം. കാരണം നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ല് വെട്ടുകയും നമുക്ക് വൃക്ഷത്തൈ നടലും അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പദ്ധതികളെല്ലാം നമ്മുടെ നിർത്തലാക്കിയിട്ട് നമുക്കിപ്പം വന്നേക്കുന്നത് ഇതുപോലെ തന്നെ പദ്ധതി വിഹിതമായിട്ട് ഇപ്പം വന്നേക്കുന്നത് സർക്കാർ ജോലിക്കാരുടെ കൃഷി സ്ഥലമോ മറ്റുള്ള സ്ഥലങ്ങളൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്ഥലം കണ്ടെത്തി കൊടുത്താൽ തന്നെ ഇപ്പോൾ അവർ ഭയങ്കര NMS എന്ന് പറഞ്ഞൊരു ആപ്പ് വന്നു. ഫോട്ടോ എടുത്താൽ പകുതി ആൾക്കാരുടെ ഫോട്ടോ കിട്ടത്തില്ല, പകുതി ഫോട്ടോ കിട്ടും. ആർക്കൊക്കെ പൈസ കയറുമോ ഇല്ലെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ ദിനത്തിൽ നമ്മൾ തൊഴിൽ ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്കിപ്പം മാസങ്ങളായി പൈസ കിട്ടിയിട്ട് തന്നെ. ഇപ്പം നമുക്ക് കേന്ദ്രം ഫണ്ട് അനുവദിച്ചാലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു വിഹിതം ഇത്രയും ഈ നമ്മുടെ പഞ്ചായത്തിലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 14 പഞ്ചായത്തുണ്ട്. ഈ 14 പഞ്ചായത്തിലും ഒരു വാർഡിൽ തന്നെ 40-45 തൊഴിലാളികളുള്ള കുടുംബം. ഈ കുടുംബം ജീവിക്കുന്നത് ഈ തൊഴിലുറപ്പ് കൊണ്ട് തന്നെ. പ്രയാസത്തിൽ നിൽക്കുന്നതാണ് തൊഴിലാളികൾ. ചേച്ചി, ശരിക്കും നിങ്ങൾക്ക് വലിയൊരു ആശ്രയമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞല്ലേ? ഒരു വരുമാനം. ചേച്ചിക്ക് എത്രത്തോളം സഹായമായിരുന്നു? എനിക്ക് നല്ല സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ പദ്ധതിക്കാണ് ഇപ്പോൾ ആശങ്ക വന്നിരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഈ സൈഡിലേക്ക് എത്തുമ്പോൾ പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇതിലേക്ക് ചോദിക്കാം. അമ്മേ, തൊഴിലുറപ്പ് പദ്ധതി സത്യത്തിൽ വലിയ ആശ്രയമായിരുന്നു അല്ലേ? ആശ്രയമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും, പാവപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ആശ്രയമായിരുന്നു ഈ തൊഴിലുറപ്പ്. ഇപ്പം ഈ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ പൈസ തരാത്തതോടുകൂടിയാണ് ഞങ്ങളാകെ തകർന്നിരിക്കുന്നത്. ഇതാണോ മര്യാദ? ഇത് എവിടുത്തെ നിയമമാണ് ഇത്? ഞങ്ങളുടെ സർക്കാർ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളുടെ സർക്കാർ ഏതാ? ഞങ്ങളുടെ സർക്കാർ പിണറായി വിജയൻ്റെ. സർക്കാർ 1000 കോടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഓണമാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാർക്കും തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതും ഇല്ലാതാക്കുമെന്നാണ് തോന്നുന്നത് കേന്ദ്ര സർക്കാർ. വലിയ പ്രതിഷേധത്തിലാണ്. അമ്മയുടെ പേരെന്തുവാ? എൻ്റെ പേര് രാധാമണി. രാധാമണി അമ്മ. ഇപ്പം നമ്മുടെ ഈ കൂട്ടത്തിലെ പേര് കൊണ്ട് ഏറ്റവും കൊച്ചാളല്ലേ, കുഞ്ഞിറക്കൻ. പക്ഷേ പ്രായം കൊണ്ട് മൂത്താള് 85 വയസ്സ്. അച്ഛാ, എങ്ങനെയുണ്ട് തൊഴിലുറപ്പ് പദ്ധതി? ഉപകാരമായിരുന്നോ? ഉപകാരമാണ്. പണി വളരെ ഉപകാരമാണ്. അപ്പച്ചൻ എനിക്ക് 85 വയസ്സുണ്ട്. അച്ഛന് കുഞ്ഞിറക്കൻ്റെ പേരെങ്കിലും. അപ്പം അപ്പച്ചൻ്റെ ഒക്കെ ഒരു ഓർമ്മയിലേ ഇത്ര ഒരു പദ്ധതി വന്നത് നന്നായിരുന്നു അല്ലേ? പണ്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പം വലിയ ആശങ്കയിലല്ലേ? ഇതാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആകെ ആശങ്കയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൽ. നമുക്കിത് പറയുമ്പോൾ തന്നെ അമ്മേ വേറൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ TV-യിലൊക്കെ കാണുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കുന്ന ഒട്ടനവധി സ്കിറ്റുകളുണ്ട് അല്ലേ? ആ സ്കിറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന തന്നെ അല്ലേ? പിന്നെ ഞങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യം ആണല്ലേ? നല്ലതായിട്ട് നമ്മൾ ജോലി എടുക്കുന്നു, പക്ഷേ ആളുകൾ കളിയാക്കുന്നു, വിശ്രമിക്കാൻ വരുന്നു, നുണ പറയാൻ വരുന്നു. അതൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. നുണ പറയാനാ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഇത് തീരുന്നത് വരെ ഞങ്ങളുടെ ജോലി ബാക്കിയില്ലല്ലോ. ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇച്ചിരി വിശ്രമിക്കും. നമുക്കും വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്. ഈ പ്രായത്തിലൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കുന്നതിൽ നല്ലതാണ്. പക്ഷെ അതിന് ഈ ആൾക്കാർ രൂക്ഷമായിട്ട് ഇരിക്കുക, ഉറങ്ങുക, ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ വിമർശനമുണ്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്ത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇച്ചിരി വിശ്രമിക്കുന്നത്. അവരോട് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഇതുപോലെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പൈസ കിട്ടാൻ ഒത്തിരി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ച അല്ലേ? അതെങ്ങനെയാലും മേടിച്ചു തരണം സാറേ. തീർച്ചയായിട്ടും തന്നെ
പക്ഷേ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ഒരു ഞാൻ ആലോചിക്കുമായിരുന്നു ഇവിടെ എത്തുമ്പോഴേ, കാരണം ഇവരുടെ അധ്വാനം ഈ ഒരു തരിശുഭൂമി ഇവരെ പറ്റി നമ്മൾ പറയുമ്പം സംസ്ഥാനത്ത് നോക്കുമ്പോൾ വേണ്ട 3400 കിലോമീറ്റർ റോഡാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. അതുപോലെ തന്നെ 4000 ഹെക്ടറിലധികം വരുന്ന തരിശുഭൂമി കൃഷിയോഗ്യമാക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ 12ാം വാർഡിലും ഒരു തരിശുഭൂമിയാണ്, അത് കൃഷിയോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കൊരു വിലപ്പെട്ട അധ്വാനമാണ് ഇവരുടെ ഭാഗത്തുള്ള. ഞാൻ നോക്കുന്നത് ഈ ചേച്ചിയുടെ കൃഷിഭൂമിയാണ് ഇവരെല്ലാം സഹായിക്കുന്നത്. ചേച്ചി, ഇത് കൃഷിഭൂമിയാക്കി ഒരു ഒരുക്കി തരികയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. വലിയ സഹായമല്ലേ? ചേച്ചിയുടെ ഭൂമി അല്ലേ? ഒരേക്കർ ചേച്ചി പാട്ടത്തിനെടുത്ത് അല്ലേ? ഒരേക്കറോളം അല്ലേ? ഇവിടെ എന്ത് കൃഷിക്ക് വേണ്ടിയാണ്? ഞങ്ങൾ പയറൊക്കെ ഇടാന്ന് വെച്ച് കപ്പ ഇട്ടിട്ടുണ്ട്, പിന്നെ പയറൊക്കെ ഇടാന്ന് വെച്ച്. ഇതാണ് ഈ നാട്ടിലെ ഒരാൾ സാധാരണക്കാരിയായ ചേച്ചിയുടെ പേരോട് ചോദിക്കും. ചേച്ചിയുടെ പേര്? സരസമ്മ ചേച്ചിയുടെ കൃഷിഭൂമിയാണ്, പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. അവിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വന്ന് ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ കുളങ്ങൾ 8000-ഓളം കുളങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വൃത്തിയാക്കി. അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചില തെറ്റിദ്ധാരണയുണ്ട്. ഇത് 300 എത്ര ദിവസം 369 രൂപ സംസ്ഥാനത്ത്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം രൂപ കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. ആ 369 രൂപ ഇവരുടെ വീടുകളിലേക്ക് മാത്രം പോവുകയല്ല, പകരം സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിനാണ് ഉപയോഗപ്പെടുന്നത്. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണാം ഈ ഒരു തരിശു ഭൂമി, പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ തരിശായി കിടക്കേണ്ട ഭൂമിയാണ്. അവിടെയാണ് ഈ അമ്മമാരും ഈ പ്രായമുള്ള അച്ഛനുൾപ്പെടെയുള്ളവർ വന്ന് പണിയെടുത്തുകൊണ്ട് അത് കൃഷിയോഗ്യമാക്കുന്നത്. അത് ആർക്കാണ് ഗുണം ചെയ്യപ്പെടുന്നത്? കേരളത്തിലാണ്. നമ്മുടെ നാട്ടിലെ 5 വർഷത്തിനിടെ 8000-ലധികം കുളങ്ങൾ വൃത്തിയാക്കി. അതായത് പൊതു ഇടമാണ്. ആ കുളങ്ങൾ വഴി കിട്ടുന്ന ശുദ്ധജലം നമ്മുടെ നാടിനാണ് ഉപകാരപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുത്ത റോഡിൽ കൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രമല്ല സഞ്ചരിക്കുന്നത്, നമ്മളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാമൂഹിക മുന്നേറ്റമാണ് അവർ നടത്തുന്നത്. ആ നടത്തുന്ന ആളുകൾക്ക് ആ പണി നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യം വലിയ ആശങ്കപ്പെടുത്താണ്. അതിനോടൊപ്പം അധ്വാനിക്കുന്ന ആ വർഗത്തെ, അധ്വാനിക്കുന്ന ഈ തൊഴിലാളികളെയാണ് നവമാധ്യമങ്ങളും അതുപോലെ TV ചാനലുകളിലൊക്കെ ഹാസ്യ പരിപാടികളിൽ കോമാളികളായി ചിത്രീകരിക്കുന്നത്. തീർത്തും അവർക്കതിന് പ്രതിഷേധമുണ്ട് അല്ലേ? ഞങ്ങളെ കളിയാക്കുന്നത് പ്രതിഷേധമുണ്ട്. കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്കേ അറിയത്തുള്ളൂ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ തോടെടുക്കുന്നതെന്ന്. ആണുങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഈ പെണ്ണുങ്ങൾ ഈ തോടെടുക്കുന്നത്. ആ ആൾക്കാരെയാണ് പരിഹസിച്ച് ഈ തോട് 10 അടി നീളത്തിലെ 1.5 അടി വീതിയിലെ 4 അടി താഴ്ചയിലൊക്കെ പാനമെടുത്ത് ഇടുന്നത്. തീർച്ചയായിട്ടും ആ കഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലേ, അങ്ങനെയുള്ള നിങ്ങളെ പരിഹസിക്കുന്നത് തീർത്തും അപലപനീയമാണ് അല്ലേ? ഈ വാനം 10 മീറ്റർ നീളം, 1 താഴ്ച. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി പണി തുടങ്ങിയതാണ്. ഇതുവരെ 5 പൈസ ഈ തൊഴിലാളിക്ക് കയറിയിട്ടേ ഇല്ല. അത് എങ്ങനെയാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. തീർച്ചയായിട്ടും അവർ പണിയെടുക്കുമ്പോൾ ആ അധ്വാനത്തിന് വില കൽപ്പിക്കേണ്ടതാണ്. അവർക്ക് പണം കിട്ടാത്ത അവസ്ഥയുണ്ട്, അവരുടെ ഈ പണി നഷ്ടപ്പെടുമാവുന്ന ആശങ്കയുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് അവർ നമുക്ക് ഈ സൈറ്റ് കണ്ടാൽ അറിയാം, അല്പം വിശ്രമിക്കാൻ വേണ്ടി അവർ ഒരു ചെറിയ ഷെഡ് കെട്ടി അവിടെ ചായ ഇടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏത് തൊഴിലെടുക്കുന്നവർക്കും വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ആ വിശ്രമ വേദിയിൽ അവർക്ക് പരസ്പരം പങ്കുവെക്കാനും. ചേച്ചിയാണോ ചായ ഇടുന്നത്? എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമാണ് ഒരു കൂട്ടായ്മ അല്ലേ? ആണ്. ഇതാണ് തൊഴിലുറപ്പ് തൊഴിലിൻ്റെ മഹത്വം. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ കട്ട് ചെയ്യാൻ പോകുന്ന പദ്ധതി തന്നെ മാറ്റിക്കൊണ്ട് ഇല്ലാതാക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് തൊഴിലെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിന് ഈ സാധാരണക്കാർക്ക് വലിയ സഹായമാണ്. ഇടതുപക്ഷം കൂടെ പിന്തുണച്ച UPA സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകണം. ഈ ആളുകളുടെ കുഴപ്പമില്ല, ഈ ആളുകളുടെ തീർച്ചയായിട്ടും ഈ പദ്ധതി മുന്നോട്ട് പോകണം. എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ആളുകൾക്ക് വലിയ സഹായകരമാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ നിർത്തലാക്കരുത്. ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗവും നാടിൻ്റെ വികസനത്തിൻ്റെ പദ്ധതി കൂടിയാണ് നിങ്ങൾ നിർത്തലാക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപഹസിക്കുന്നവരോടാണ്, പരിഹസിക്കുന്നവരോടാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സൈറ്റുകളിലെത്തി ഈ പണികൾ കാണണം. ഇവരുടെ അധ്വാനം എന്താണെന്ന് മനസ്സിലാക്കണം. 369 രൂപ മാത്രമാണ് പ്രതിദിനം ഒരാൾക്ക് ലഭിക്കുന്നത്. 369 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന കൂലി. അത്തരം കുറഞ്ഞ കൂലിയിൽ അധ്വാനിക്കുന്ന ആളുകളെ നിങ്ങൾ പരിഹസിക്കുന്നത് ശരിയല്ല എന്നോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.